പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. എന്തോ ഒരു ഭംഗിയുള്ള പാരഡി ഗാനം. ഈ പാരഡി ഗാനമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്. ആ പാരഡി ഗാനം എഴുതിയ ആളും അതേപോലെ തന്നെ പാടിയ ആളുകൾക്കൊക്കെതിരെ ഇന്ന് കേരള പോലീസ് കേസെടുത്തിരിക്കുക. കമ്മികളാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കാണുമ്പോ ചിരി അടക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഭയങ്കര ചിരി. എന്തൊരു കോമഡിയാണിത്. നിങ്ങൾ തോറ്റത് ആ പാട്ടമ്മയാണ് അല്ലെങ്കിൽ ആ ഒരു പാരഡി ഗാനത്തമ്മയാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഇന്ന് CPM എത്തി എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇത്തരം പരമ വിഡ്ഢികളാണല്ലോ കേരളം ഇത്രയും കാലം ഭരിച്ചത്, അല്ലെങ്കിൽ 9.5 വർഷക്കാലം ഭരിച്ചത് എന്ന് ഓർക്കുമ്പോ ലജ്ജ തോന്നുന്നു. കേരളത്തിൽ ഇതിനു മുമ്പും ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണിത്. ഒരു പാരഡി ഗാനത്തിനെതിരെ കേസ് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. അപ്പോ നമ്മൾ ഇത്രയും കാലത്തിനിടക്ക് എത്രയോ പാരഡി ഗാനങ്ങൾ നമ്മൾ ഇലക്ഷൻ ഒക്കെ ആവുമ്പോൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇന്നേ വരെ പരാജയപ്പെട്ടവർ ഒരിക്കലും ഇത്തരം പാട്ടിനെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സത്യത്തിൽ ഇതൊന്നും അല്ല കേട്ടോ അത്. കാരണം ഈ ഒരു പാട്ട് പ്രശ്നമൊന്നും അല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭരണ പരാജയം അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ പരാജയം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നവര് കാലുവാരും അടുത്ത ഇലക്ഷനില് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഘടകകക്ഷികളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടും കേരളത്തിൽ മറ്റൊന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു പാരഡി ഗാനത്തിലൂടെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ പാരഡി ഗാനത്തിലേക്ക് ചുരുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ പരാജയങ്ങളുടെ ആകത്തുക ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ എത്താതിരിക്കാൻ വേണ്ടി പൂർവ്വമുള്ള ഒരു തീരുമാനമാണ് ഈ പാട്ടിനെതിരെയുള്ള നിയമ നടപടി എന്ന് പറയേണ്ടി വരും. നിയമസഭാ ഇലക്ഷന് മുമ്പ് സത്യത്തില് 1 എന്ന് പറയുന്ന ഒരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ, കടക്കൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. കടക്കൽ ചന്ദ്രൻ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നത് പിണറായി വിജയന്റെ റോളാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയില് പാലാരിവട്ടം പാലം തകർന്നതിനെ കുറിച്ച് പോലും പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരുകൾ നടത്തിയ അഴിമതി കൊണ്ടാണ് ആ പാലം നഷ്ടപ്പെട്ടത്. ഒരു ഭാഗമുണ്ട് അതിന്. അപ്പോ ഈ ഒരു വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അന്ന് ഇടതുപക്ഷം വിജയിച്ചു വന്നതും, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെ തന്നെ ആളുകൾ അത്രമാത്രം അത് ഏറ്റെടുത്തു. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ ആംബിയറുള്ള ആളാണ് എന്ന് വിജയത്തിനൊരു കാരണമാവുകയും ചെയ്തു. പക്ഷെ ഒരിക്കലും കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ UDF ആ സിനിമക്കെതിരെ തിരിഞ്ഞിട്ടില്ല. ആ സിനിമ കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് അവർ പറഞ്ഞിട്ടില്ല.